ഈ സെമിനാരി പോയതിനു ശേഷം അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു? സിസ്റ്റർമാരുടെ കോൺവെന്റ്. അല്ലേ, കോൺവെന്റ് ആയിരുന്നു, സിസ്റ്റർമാരെ കോൺവെന്റ് ആയിരുന്നു. മഠത്തില് ഈ മഠത്തിൽ കൊണ്ടുവിട്ടതാരാ? അമ്മ. വേറെ മാർഗമില്ലാത്ത പഠിക്കാൻ വേണ്ടി കൊണ്ടുവിട്ടാണോ? അതിങ്ങനെ അന്നൊക്കെ പാലക്കാടൊക്കെ ഒരുപാട് പേര് പണ്ടത്തെ കാലത്ത് ഉണ്ടാവും. ഇപ്പൊ എന്റെ പ്രായത്തിലുള്ളവരോടൊക്കെ ചോദിച്ചാൽ അവിടെ ഒട്ടുമിക്ക ആൾക്കാരും ഇതേപോലെ സിസ്റ്റർമാരുടെ കോൺവെന്റിൽ നിന്ന് പഠിച്ചവരായിരിക്കും. കാരണം പൈസ അടക്കണ്ടേ? ഇല്ല, ഫ്രീ ആണ്. നമ്മളൊന്നും അടക്കണ്ട. നമുക്ക് വേണ്ട സോപ്പ്, എണ്ണ എല്ലാം അവിടെ തരും. ഒരു മാസം എത്തുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോയി നിൽക്കും. അപ്പൊ നമ്മൾക്ക് ഒരു മാസത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് തരും. ഒന്നും നമ്മൾ കരുതണ്ട. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ അവിടെ നിന്ന് പഠിക്കുക. പിന്നെ അവിടുത്തെ മറ്റേ അത്യാവശ്യം നമ്മളവിടെ ജോലിയൊക്കെ ചെയ്യണോ? ജോലി ചെയ്യണം. എന്തൊക്കെ ജോലി ചെയ്യണ്ടേ? അതിപ്പോ നമ്മളിപ്പോ 4ാം ക്ലാസ് വരെ നമ്മളൊന്നും ചെയ്യണ്ട. 5 മുതൽ പിന്നെ നമ്മൾ എല്ലാ ജോലിയും ചെയ്യണം. അവിടെ മൊത്തം അടിച്ചു വിടണം, തുടയ്ക്കണം, പച്ചക്കറികള്, ഫുഡിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ കാന വൃത്തിയാക്കണം, എല്ലാം ചെയ്യണം. ഈ ചെറിയ കുട്ടിയായിരിക്കും കാന വൃത്തിയാക്കുന്ന പരിപാടിയൊക്കെ ചെയ്യിപ്പിക്കും. അതൊക്കെ ചെയ്യിപ്പിക്കും. അപ്പൊ എത്രാം ക്ലാസ് വരെ എവിടെ ഉണ്ടായിരുന്നു ഈ മഠത്തിൽ? അവിടെ 6ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചേട്ടൻ എവിടെ പോയി? ചേട്ടൻ അന്ന് ആദ്യം ഒരു സമയത്ത് ഇതേ സമയത്ത് തന്നെ അവനെയും ഇതേപോലെ അച്ഛൻ വന്ന് പറഞ്ഞു. അവൻ ഭയങ്കര ഇതായിരുന്നു, ചെറുപ്പത്തിൽ ഭയങ്കര ഉപദ്രവകാരിയായിരുന്നു. എന്ന് വെച്ചാൽ ചിലപ്പോ എന്നെയൊക്കെ കല്ലൊക്കെ എടുത്ത് കുത്തിയിട്ടൊക്കെ ഉണ്ട്. അച്ഛമ്മനെയൊക്കെ ഉപദ്രവിക്കും. അപ്പൊ അതുകൊണ്ട് അവനെയും കൂടെ അച്ഛമ്മ പറഞ്ഞു, എനിക്ക് നോക്കാൻ പറ്റില്ല, മകനെ എവിടെയെങ്കിലും കൊണ്ടാക്കിക്കോന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ പറഞ്ഞപ്പോ അമ്മ അവനെയും ഒരു മടത്തി കൊണ്ടാക്കി. പക്ഷെ അവൻ അവിടെ തന്നെ സ്വയം ഒറ്റയ്ക്ക് എന്തോ ബസ് പിടിച്ച് വന്നു, അങ്ങനെ എന്തൊക്കെയോ ഞാൻ കേട്ടിരിക്കുന്നു. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അതിനെ കുറിച്ച്. ഉണ്ട്, കൂടെ ഉണ്ടെന്ന് പറഞ്ഞാ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ മഠത്തിൽ നിന്ന് എങ്ങോട്ടാ പോയത്? മഠത്തിൽ പിന്നെ അവിടെ മതിലകം എന്ന് പറഞ്ഞ വേറൊരു മഠത്തിൽ 6ാം ക്ലാസ് കഴിഞ്ഞു. മതിലകത്ത് ആ മഠത്തിൽ ഇതുപോലെ ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ. പക്ഷെ ഇത്രയും നമുക്ക് നമ്മുടെ സ്വന്തം വീട് പോലെയായിരുന്നു. 24 പിള്ളേരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആദ്യം നിന്നവിടെ 2500 മീതെ പിള്ളേരുണ്ടായിരുന്നു. 2500 കുട്ടികൾ അത്രയും ഉണ്ടായിരുന്നു. കൂടുതൽ തമിഴ്നാട്ടിലോ അത്രയും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 1ാം ക്ലാസ് മുതൽ +2 പഠിക്കുന്ന പിള്ളേർ വരെ അവിടെ ഉണ്ട്. അപ്പൊ ഈ മഠത്തില് ഇവർക്കൊക്കെ ചെലവിന് അന്വേഷിക്കാൻ കുറെ പൈസ വേണമല്ലോ. അത് ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ സൺഡേ ഒക്കെ ആണെങ്കിൽ പുറത്തുനിന്നൊക്കെ ഫുഡൊക്കെ ഉണ്ടാവും. ഇപ്പൊ പള്ളിയിലൊക്കെ കല്യാണം നടക്കുന്ന സമയത്ത് ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ ചെയ്യുമല്ലോ. മറ്റേ ഇത് ശരിക്കും ഏകദേശം ഒരു എന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഒട്ടുമിക്ക ആൾക്കാരും ഒന്നില്ലെങ്കിൽ അച്ഛൻ കൂടി ഇല്ലാത്തവർ, അല്ലെങ്കിൽ അമ്മ കൂടി ഇല്ലാത്തവർ, അങ്ങനെ അറിയുന്നതൊക്കെ തന്നെയായിരുന്നു. 2ആളും കൂടിയുള്ള അധികം ആരും അവിടെ ഇല്ല. അഞ്ജുവിന് ഈ നേരത്തെ ഈ 6ാം ക്ലാസ് വരെ പഠിച്ച ഈ മഠത്തിലേ അപ്പൊ ഈ വസ്ത്രങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആരാ നോക്കിയിരുന്നു? വസ്ത്രങ്ങളൊക്കെ എനിക്ക് അവിടെ ആദ്യം പോകുന്ന സമയത്ത് അധികം അങ്ങനെ നമ്മള് അച്ഛമ്മന്റെ മറ്റേ മുണ്ടൊക്കെ അടിച്ചിട്ടുള്ള മുണ്ടൊക്കെ വെച്ച് അടിക്കുന്ന ഷിമ്മീസ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒന്നും അങ്ങനെ ഒരു വസ്ത്രം മേടിച്ചിടാനുള്ളൊരു ഇതില്ല. അപ്പൊ പിന്നെ അവിടെ നിന്ന് പിന്നെ നമുക്ക് ഇപ്പൊ മതിലകത്തായിരുന്നപ്പോൾ അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു. വെച്ചപ്പോ പുറത്തുനിന്നൊക്കെ ഉള്ള കുട്ടികളുടെ ഒക്കെ ഡ്രസ്സൊക്കെ നമുക്ക് പഴയതൊക്കെ മേടിച്ചു തരും ഇടാൻ വേണ്ടിട്ട്. സാധാരണ വീട്ടിലിടാനും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ കൊണ്ടുതരുമായിരുന്നു. അങ്ങനെ സഹായിക്കും. അവിടെ മതിലകത്ത് നിന്നപ്പോ അവിടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ ഇപ്പോ അവരുടെ വീട്ടിൽ മറ്റേ ബബ്ലൂസ് നിറങ്ങിയൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ല. അധികം എന്തുണ്ടായാലും അത് അപ്പയും മഠത്തിലെത്തിക്കും. കാരണം അവിടെ 24 പിള്ളേരുള്ളൂ, വളരെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ശരിക്കും നമ്മളുടെ വീട് പോലെ തന്നെയായിരുന്നു അവിടെ നിൽക്കാൻ. നമുക്ക് ഈ മാതാപിതാക്കളൊക്കെ കാണാൻ വരുമോ? കാണാൻ വരും. എന്നെ ആദ്യമൊക്കെ അമ്മ തന്നെയായിരുന്നു. പക്ഷെ അങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ വരാൻ പറ്റും. കാരണം ഈ ജോലി അങ്ങനെ കൊയ്യാൻ പോകുന്നത് പൈസ വേണം. പൈസ വേണം. പിന്നെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ നമുക്ക് മേടിച്ചിട്ടും വരണല്ലോ. അപ്പൊ അങ്ങനെ അധികം ഒന്നും കാണാൻ വന്നിട്ടില്ല. പിന്നെ ഒരു സമയത്താണ് ഒരു 5ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴാണ് വല്യച്ഛൻ കാണാൻ വരുന്നത്. അപ്പൊ ഈ അഞ്ജുവിന്റെ കാര്യങ്ങളൊക്കെ വല്യച്ഛന് ഏറ്റെടുക്കണമെന്ന് തോന്നാൻ കാര്യം എന്തോ? അഞ്ജു തനിച്ചാണെന്നുള്ള തോന്നലാണോ? തനിച്ചായിരുന്നല്ലോ. തനിച്ചാണ്. ഈ മഠമൊക്കെ ഒരു ഗ്യാപ്പ് വാക്യൂം ഫില്ല് ചെയ്യാനുള്ള സ്ഥലം മാത്രമായിരുന്നു അല്ലേ? അല്ലാതെ കാര്യമൊന്നുമില്ല. അല്ല, അതിപ്പോ നമ്മൾക്ക് താമസവും ഭക്ഷണവും നമ്മുടെ പഠനവും നടക്കണം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലം. അപ്പൊ ഈ മതിലകത്ത് എത്രാം ക്ലാസ് വരെ പഠിച്ചു? മതിലകത്ത് 9ാം ക്ലാസ് പകുതി. വല്യച്ഛൻ വന്നത് അല്ല, ഞാൻ ആദ്യം നിന്ന മഠത്തിൽ പൂത്തറയ്ക്കലിനായിരുന്നു സ്ഥലത്തിന്റെ പേര്. അവിടെ നിൽക്കുമ്പോ തന്നെ വല്യച്ഛൻ വന്നായിരുന്നു. അവിടുന്ന് വല്യച്ഛനാണ് പിന്നെ മതിലകത്ത് കൊണ്ടാക്കുന്നത്. അവിടെ സൗകര്യങ്ങൾ അധികമായിരുന്നു. പിന്നെ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ശരിക്കും നല്ല സന്തോഷമായിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു അവിടെ നിൽക്കുമ്പോൾ. അപ്പൊ വല്യച്ഛനോട് ചോദിക്കാം, ഈ അഞ്ജുനെ വല്യച്ഛൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ഈ കുട്ടിക്ക് ആരുമില്ല എന്നൊരു തോന്നലിനാണോ? പലപ്പോഴും ഈ കാണാൻ പോകുന്ന സമയത്ത് ഈ നോമിനി ഒരാൾ വേണമല്ലോ, ഒരു പേര് വേണം. അപ്പൊ മഠങ്ങളിൽ പോകുമ്പോ ആ നോമിനി വെക്കാൻ ആരും ഇല്ല എന്നൊരു അവസ്ഥ നമ്മുടെ മുമ്പിൽ വന്നു പെടുകയാണ്. അപ്പൊ ഞാൻ നോമിനിയായിട്ട് നിന്ന് പിന്നെ ആ പഠന കാര്യങ്ങളും ഞാൻ അതിന് ശേഷമാണ് പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഈ ഒറ്റയ്ക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞ് പോകുമ്പോ ഞാനൊരു പ്രാവശ്യം ഒരു ചോക്ലേറ്റുമായിട്ട് ചെന്നിട്ട് ഇവളുടെ മുഖത്തെ സന്തോഷം കണ്ട സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് അറിയാതെ ഒരു വിമ്മൽ വരും. അതിന് ശേഷമാണ് പിന്നെ ഈ കുട്ടികളുടെ പഠിപ്പിനെ ബാധിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയും പഠിച്ച് ഒരു ജോലി ആക്കി കൊടുക്കുക എന്നുള്ള ഒരു ആശയം എൻ്റെ മനസ്സിൽ. അതിനുശേഷം എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ ചെറിയ ജോലികൾ ചെയ്തിട്ടാണ് ഞാനിങ്ങനെ. അങ്ങേക്ക് ഒരാളുടെ സംരക്ഷണം കൂടി ഏറ്റെടുക്കാനുള്ള സാമ്പത്തിക സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു? സാമ്പത്തികം ഒന്നുമില്ല, പക്ഷെ നമ്മൾ ചെയ്യാന്നുള്ള ഒരു മനസ്സ്
ഇങ്ങനെ ഇതായി. പിന്നെ അത് തന്നെയല്ല, ഞാൻ ഹോട്ടലിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്ത് ജോലി എടുക്കുമായിരുന്നു? ഹോട്ടലിൽ ഞാൻ ഓൾറൗണ്ടർ ആയിരുന്നു. നമ്മുടെ കലാഭവന്റെ അടുത്താണ്, നോർത്തില്, കൊച്ചിയില്. അതെ അതെ, അതിന്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലായിരുന്നു. അവിടെ ഒരു 20 വർഷത്തോളം ജോലി ചെയ്തു. 20 കൊല്ലം. പിന്നെ അവിടുന്ന് അതിനുശേഷമാണ് നമ്മള് പിന്നെ അതെ അതെ. അപ്പൊ അങ്ങനെ ഞാൻ പറയുമായിരുന്നു, ഒരു കൊച്ചിനെ കൂടെ അങ്ങനെ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്, അപ്പൊ അതിനെ പഠിപ്പിക്കണം, അതിന് ആരും ഇല്ല എന്നുള്ള ഒരു ആശയം വന്നിട്ട് അവരുടെ മുമ്പിലേക്ക് ഒരു ജോലിയായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് ഇവിടെ കാണിച്ചു കൊടുക്കണം. അതിനിടയ്ക്ക് അവരെയും ഓർമ്മിപ്പിക്കാറുണ്ട്. അഞ്ജുവിന്റെ അമ്മ വല്ലതും ആവശ്യപ്പെട്ടോ ഇങ്ങനെ സഹായിക്കണം? ഇല്ല, അമ്മയ്ക്ക് പറഞ്ഞാലേ അമ്മ ഈ വീട് പണിയും അല്ലെങ്കിൽ പുറത്ത് പണിക്കൊക്കെ പോകുന്നവരാണ്. അതെ. അപ്പൊ ഈ കുട്ടികളിൽ അത്ര വലിയൊരു ശ്രദ്ധ ചെലുത്താൻ അവർക്ക് പറ്റുന്നില്ല. അത് അവർക്ക് ജോലി ചെയ്യാൻ പോണല്ലോ അല്ലേ? അതെ അതെ അതെ. അഞ്ജുവിന്റെ ഒരു ബ്രദർ ഉണ്ടല്ലോ, അയാളുടെ കാര്യം ആര് നോക്കി? അല്ല, അന്ന് ചെറുപ്പത്തില് ഇവര് അമ്മന്റെ വീട്ടിൽ നിന്നിട്ട് അമ്മന്റെ അടുത്തുള്ള സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു ആ പയ്യൻ. ഇപ്പൊ ഒരു ബാങ്കിൽ എന്തെല്ലോ ജോലിക്ക് പോകുന്നുണ്ട്, HDFC ബാങ്കിലാണ്. അതെ അതെ. എനിക്ക് തോന്നുന്നു അതിലിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ വരുമാനമൊന്നും പറയാറായിട്ടില്ല സാർ. ഇല്ല, ജസ്റ്റ് കഴിഞ്ഞു പോകുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഈ അമ്മ എവിടെയുണ്ട് ഇപ്പൊ? അമ്മ ചാലക്കുടിയിലൊരു വീട്ടിലാ ജോലി ചെയ്യുന്നത്. അഞ്ജുനെ കാണാൻ വരുമോ? അമ്മ അവിടെ ഒരു വയസ്സായ അമ്മനെയാണ് നോക്കാൻ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഇട്ടിട്ട് വരാൻ പറ്റില്ലല്ലോ, അവർക്ക് വേറൊരാളെ അറേഞ്ച് ചെയ്യാണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ അമ്മ 2 മാസം കൂടുമ്പോ ചിലപ്പോ 2-3 ദിവസം നിൽക്കാൻ വരും.